ശ്രീകലെ ഞാനിരിക്കും. ഇതാണ് മോഹനേട്ടൻ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ ഒരു സമ്പാദ്യം മാത്രം. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണോ ആക്സിഡന്റ് ഉണ്ടായത്? ഇതുപോലൊരു അപകടത്തിലാ എന്റെ മകന് ഓർമ്മക്കുറവ് സംഭവിച്ച്. ആ അപകടം സംഭവിക്കാതിരുന്നെങ്കിലെന്ന് ഞാൻ എന്നും ചിന്തിച്ചു വിഷമിക്കാറുണ്ട്. ആ അപകടത്തിന് മുൻപാണ് ശ്രീകല സിദ്ധുവിനെ പരിചയപ്പെട്ടിരുന്നതെങ്കിൽ അവനെ മരുമകനാക്കാൻ ശ്രീകലയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലായിരുന്നു. അത്രയ്ക്കും മിടുക്കനായിരുന്നു എന്റെ സിദ്ധു. അല്ല, കല്യാണ പെണ്ണുങ്ങൾ രണ്ടും എവിടെ? അഞ്ചതകത്ത് മുഖം മിനുക്കുക. ആ, ദേവിക സ്കൂളിൽ പോയിരിക്കാം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കായി 1-2 സ്ഥലത്ത് കയറിയിട്ടേ അവള് വരൂ. ആ, ആ, അമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മുഖത്ത് മാസ്ക് ഇടുമായിരുന്നു. ആഹാ, കൊള്ളാലോ. അല്ല, ദേവിക ഇങ്ങനെ വെയിലും കൊണ്ട് നടന്ന നാളെ തിളക്കം കുറയുമല്ലോ. ദേവിക്കുള്ളതും കൂടി ചേർത്ത് 5 തിളങ്ങാനാ പ്ലാൻ. കല്യാണത്തിന് മുമ്പ് കുറച്ചു ദിവസം ലീവ് എടുക്കാൻ ഞാൻ ദേവികയോട് പറഞ്ഞതാ. പക്ഷെ അവൾ അത് കേട്ടില്ല. ദേവിക അങ്ങനെയാ. സ്വന്തം കാര്യത്തേക്കാൾ അവൾക്ക് വലുതെപ്പോഴും കുടുംബവും സ്കൂളും അവിടുത്തെ കുട്ടികളും ഒക്കെ. എന്റെ മോള് പണ്ട് മുതലേ അങ്ങനെയാ. അവളാ ഞങ്ങൾക്കെല്ലാം. ദേവിക പുറത്തുപോയി കഷ്ടപ്പെടുമ്പോ എന്റെ മോള് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. അതൊക്കെ നല്ലത് തന്നെയാ. എന്തൊക്കെയായാലും ഇവിടുത്തെ കുട്ടികളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ഞങ്ങളുടെ വീട്ടില് ഇവര് സന്തോഷവതികളായിരിക്കും. ഞങ്ങൾ ഇവരെ ഒരു വിഷമം അറിയിക്കാതെ നന്നായി നോക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവിടെയും കല്യാണത്തിന്റെ തിരക്കുകളുണ്ട്. ശ്രീകല വിഷമിക്കരുത്. ഇനി ശ്രീകലയുടെ എന്ത് പ്രയാസവും പങ്കുവയ്ക്കാൻ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ഞാനുണ്ടാവും.